ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഐശ്വര്യമായിട്ട് വിളക്ക് വെച്ച് തന്നെ തുടങ്ങിയിട്ടുണ്ട്. കാരണം ഇന്ന് ഏട്ടൻ്റെ ബർത്ത്ഡേ ആണ്. പക്ഷേ ഈ വീഡിയോ കുറച്ച് ലേറ്റായിട്ടേ വരുള്ളൂ. അപ്പോൾ ഏട്ടൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്ന കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ കാണിക്കാൻ പോണ്. അപ്പോൾ ബിരിയാണിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇതാ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും നോക്കി കണ്ട് മനസ്സിലാക്കുക. പേരെടുത്ത് പറയണില്ല, എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പോൾ അപ്പോൾ കുക്കർ ചൂടായിട്ട് അതിലേക്ക് 4 സ്പൂൺ നെയ്യ് ആഡ് ചെയ്യുക. അതിനുശേഷം ഓയിൽ, കുറച്ച് ഓയിലും കൂടി ആഡ് ചെയ്യുക കേട്ടോ. രണ്ടും കൂടി മിക്സ് ആക്കിയിട്ട് ആക്കുമ്പോഴാണ് അതിനൊരു ഇതുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് അടിക്കും പിടിക്കും. ശേഷം പെരുംജീരകം, ഗ്രാമ്പൂ, പട്ട, ഏലക്ക അങ്ങനെയുള്ള മസാലകൾ ആഡ് ചെയ്യുക. ബേ ലീഫ് നമ്മൾ പ്ലേറ്റിൽ എടുത്ത് വെച്ചിരിക്കുന്നത് ഓരോന്നായിട്ട് ആഡ് ചെയ്യുക. ഞാനിങ്ങനെ ഇടുന്ന സമയത്ത് പേര് പറയാം. പെരുംജീരകമൊക്കെ ഇടുമ്പോൾ ആ പെരുംജീരകത്തിൻ്റെയൊക്കെ മണം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞാൽ സവാള ഇടുക. സവാള ഒന്ന് മൂത്ത് ഇതാകുമ്പോഴത്തേക്കും ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ആഡ് ചെയ്യാം. കറിവേപ്പില, കുറച്ച് മല്ലിയില ലാസ്റ്റ് ഇടാം, എന്നാലും ഒന്ന് ഇതിൻ്റെ കൂടെ. പച്ചമുളക് അഥവാ ഗ്രീൻ ചില്ലി, ഇപ്പോൾ സവാള ഒരുവിധം ഒന്ന് വാടിക്കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഇതിൻ്റെ ഒരു പച്ചമണം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പൊടികൾ ആഡ് ചെയ്തിട്ട് തക്കാളി ഇട്ടാൽ മതി. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ മുട്ടയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ചിക്കൻ ബിരിയാണിയാണ് വെക്കുന്നതെങ്കിലും മുട്ടയും കൂടി ഇടുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഏട്ടൻ്റെ ബർത്ത്ഡേ ആണല്ലോ, അപ്പോൾ ബർത്ത്ഡേക്ക് കുക്കിംഗ് വീഡിയോ ആണ് ഇടുന്നത്. ബർത്ത്ഡേ വീഡിയോ ഒന്നും ഞങ്ങൾ സെലിബ്രേറ്റ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ സെലിബ്രേഷൻ എന്ന് പറയുന്നത് അടിപൊളി ബിരിയാണി ഉണ്ടാക്കുക, ഏട്ടന് കൊടുക്കുക, അതൊക്കെയാണ് സെലിബ്രേഷൻ. അപ്പോൾ ചിക്കൻ ബിരിയാണീൻ്റെ കൂടെ മുട്ടയും എല്ലാം കൂടിയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ ഞാൻ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനൊപ്പം ഇടണില്ല, ലാസ്റ്റ് അടയ്ക്കുമ്പോഴേ ഇടത്തുള്ളൂ. ലാസ്റ്റ് തുറക്കാനാകുമ്പോൾ കുറച്ച് അതിനകത്ത് ഇട്ടിട്ട് അതിൻ്റെ കുറച്ച് അടച്ച് വയ്ക്കുമ്പോൾ അങ്ങനെ അതിൻ്റെ മണമൊക്കെ ബിരിയാണീൻ്റെ മണമൊക്കെ മുട്ടയിലും പിടിക്കും. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. പൊടികൾ ആഡ് ചെയ്യുക. മഞ്ഞൾപ്പൊടി, ഇറച്ചി നേരത്തെ തന്നെ ബിരിയാണിക്ക് വേണ്ട ഇറച്ചിയിൽ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അങ്ങനെയുള്ളതൊക്കെ തിരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കാരണം ചിലപ്പോൾ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ വേഗം വെള്ളം തിളയ്ക്കുമല്ലോ. അപ്പോൾ ഇറച്ചിക്ക് മസാലകൾ പിടിക്കാണ്ടിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അതിൽ നേരത്തെ തിരുമ്മി വെച്ചിരിക്കുന്നത്. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി മസാലകളൊക്കെ. അപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല പൗഡർ. അപ്പോൾ ഗരം മസാല പൗഡർ ഒന്നും കൂടി ആഡ് ചെയ്യുന്നുണ്ട്, കുറച്ചും കൂടി നല്ല മണം കിട്ടാനൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട്
മിക്സാക്കി ഒന്ന് അതിൽ കൂടെ ഒന്ന് വാടി കിട്ടിയ ചൂടായി കിട്ടിക്കഴിഞ്ഞാൽ സവാള ഇടാം. അല്ല സവാളയല്ല, തക്കാളി ഇടാം. അപ്പോൾ ഇനി നമുക്ക് തക്കാളി ഇടാൻ ടൈം ആയിട്ടുണ്ട്. തക്കാളി ഇടാട്ടാ. ഞാനിവിടെ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ. സ്പെഷ്യൽ കുക്കിംഗ് വീഡിയോ അല്ലാത്തത് കൊണ്ടാണ് ഞാൻ എത്രത്തോളം അരി എടുത്തിട്ടുണ്ട്, എത്രത്തോളം ഉണ്ട് എന്നൊന്നും മെൻഷൻ ചെയ്യാത്തത്. ഒരു ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാനിവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. നിങ്ങൾ ആ ഒരു എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി അടിപൊളിയായിരിക്കും. അപ്പോൾ ബിഗിനേഴ്സിനായിരിക്കും, ഇപ്പോൾ കുക്കിങ്ങൊക്കെ പഠിക്കാനൊക്കെ തുടങ്ങുന്ന ബിഗിനേഴ്സിനായിരിക്കും ഇതൊക്കെ കൂടുതൽ ഉപകാരം. അപ്പോൾ ഞാൻ തക്കാളി ഇട്ട് കഴിഞ്ഞിട്ട് തൈര് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 3 സ്പൂൺ തൈര്. കാരണം ആ ക്ലിപ്പ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അതിന് ശേഷമാണ് ഞാൻ ചിക്കൻ ഇടുന്നത്. തൈര് ഒഴിച്ച് മിക്സാക്കിയതിന് ശേഷം ചിക്കൻ ഇടുക. എന്നിട്ട് ചിക്കൻ നന്നായി ഒന്ന് മിക്സായതിന് ശേഷം നമുക്ക് ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ്, ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എന്ന അരിക്ക് വെള്ളം ഒഴിക്കാം. ഇപ്പം എൻ്റെ വെള്ളമൊക്കെ തിളച്ചു. ഇനിയിപ്പോൾ നമുക്ക് അരി ഇടാം. അരിയൊക്കെ നേരത്തെ തന്നെ കഴുകി വാരി വെച്ചതാണ്. അതുകൊണ്ട് വേഗം അരി ഇട്ടതിന് ശേഷം നമുക്ക് ഒരു 2 സ്പൂൺ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പൊക്കെ നോക്കി പാകത്തിന് ഉപ്പ് ഇടാം കേട്ടോ. അതിനുശേഷം ഞാൻ പുഴുങ്ങി വെച്ച മുട്ട ഇതിലിട്ട് ആഡ് ചെയ്യാൻ പോകണം. കാരണം കുക്കർ മൂടി വയ്ക്കാൻ പോവാണ്. അതുകൊണ്ടാണ് ഈ സമയത്ത് ഇനി ഇടാൻ പോകുന്നത്. ഇനി കുക്കർ തുറക്കുമ്പോൾ ബിരിയാണി സെറ്റായിരിക്കും. അപ്പോൾ ഇനി കുക്കർ മൂടി വയ്ക്കാം കേട്ടോ. അതിന് ശേഷം തുറക്കാം. ബിരിയാണിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്, കണ്ടില്ലേ. ഇനി പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം. ഇപ്പോൾ ഇറച്ചിക്കറി വെച്ചിട്ടുണ്ട്, മുട്ടയുണ്ട് അതിനകത്ത്, പിന്നെ ചിക്കൻ വറുത്തതും ഉണ്ട് കേട്ടോ. ചിക്കൻ കുറച്ച് ഞങ്ങൾ വറുത്തു, പിള്ളേരൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.